ഇന്ന് നമ്മൾ പുതിയ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. പോയിന്റ് 3 ഫങ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ. അതുപോലെ ഒരു പ്രധാനപ്പെട്ട റിസൾട്ട് ജോർദാൻസ് തിയറം. ഇതാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ എന്താണ് ഫങ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ എന്നതിന്റെ ഡെഫിനിഷനും അതിന്റെ എക്സാമ്പിൾസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് എന്ന് കരുതുക. Let f be a real valued function defined on the closed bounded interval AB. P എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഒരു പാർട്ടീഷൻ ആണ് എന്ന് കരുതുക. എന്ന് പറഞ്ഞാൽ പി എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് കെ എന്നാണ് തന്നിട്ടുള്ളത്. എക്സ് നോട്ട് എ ആണ്, എക്സ് കെ എന്ന് പറയുന്നത് പി ആണ്. എക്സ് നോട്ട് ലെസ് ദാൻ എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു എക്സെട്ര ലെസ് ദാൻ എക്സ് കെ മൈനസ് വൺ ലെസ് ദാൻ എക്സ് കെ ആയിരിക്കും. അതാണ് പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വി ഡിഫൈൻ ദ വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പി. എഫ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓൺ ക്ലോസ് ബൗണ്ടഡ് ഇന്റർവൽ എ ബി ആണ്. പി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഒരു പാർട്ടീഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എഫിന്റെ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻ എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്, എന്നതുകൊണ്ട് നാം ഡിഫൈൻ ചെയ്യുന്നത് സിഗ്മ i ഈക്വൽ ടു 1 to k മോഡ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1 ആണ്. അതായത് പി എന്നത് എക്സ് നോട്ട് വിൽ ബി എ and x1 x2 etc xk minus 1 and xk, and that will be equal to p. Then variation of the real valued function f defined on the closed bounded interval ab with respect to this given partition p is we find the difference of f of x1 and f of x naught, take its modulus. അത് ആ ഫംഗ്ഷന്റെ x1 എന്നുള്ള വാല്യൂ എക്സ് നോട്ടിൽ നിന്നുള്ള വാല്യൂവിൽ നിന്ന് എത്രമാത്രം വേരി ചെയ്തിരിക്കുന്നു എന്നതാണ് അത് പരിശോധിക്കുന്നത്. പ്ലസ് ടേക്ക് the value of f at x2 and find its difference between the value at x1 etc. Finally f of xk minus f of xk minus. അപ്പോൾ എത്രമാത്രം വേരിയേഷൻ ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു ദിസ് പാർട്ടീഷൻ എന്നുള്ളതാണ് സിഗ്മ i ഈക്വൽ ടു 1 to k മോഡ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1 എന്നുള്ളത് മെഷർ ചെയ്യുന്നത്. വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പി ഈസ് നത്തിങ് ബട്ട് mod f of x1 minus f of x naught plus mod f of x2 minus f of x1 plus etc plus mod f of xk minus f of xk minus 1. So obviously variation എന്ന് പറയുന്നത് greater than or equal to 0 ആയിരിക്കും, കാരണം എല്ലാം നോൺ നെഗറ്റീവ് വാല്യൂസ് ആണ് നാം ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പി എന്ന് പറയുന്ന പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻ. ഇനി എഫ് എന്ന ഫംഗ്ഷന്റെ ടോട്ടൽ വേരിയേഷൻ എന്നുള്ളത് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ഓരോ പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻസും കണ്ടുപിടിച്ച് അതിന്റെ സുപ്രീമം, സുപ്രീമം ഓഫ് വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പി വേർ ദ സുപ്രീമം ഈസ് ടേക്കൺ ഓവർ ഓൾ പാർട്ടീഷൻസ് ഓഫ് ക്യാപിറ്റൽ എ ബി, അതിനെയാണ് നാം ടോട്ടൽ വേരിയേഷൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ ഇൻഫിനിറ്റി ഒക്കെ ആവാം. അഥവാ ഈ ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെങ്കിൽ, ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ, നമ്മൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ബൗണ്ടഡ് വേരിയേഷൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയും. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓൺ ദ ക്ലോസ് ബൗണ്ടഡ് ഇന്റർവൽ എ ബി ഈസ് സെറ്റ് ടു ബി ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി പ്രൊവൈഡഡ് ദ ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഈസ് ഫൈനൈറ്റ്. എഫ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ് ബൗണ്ടഡ് ഇന്റർവൽ എ ബി ആണ്. പി എന്ന് പറയുന്നത് ക്ലോസ് ഇന്റർവൽ എ ബിയുടെ ഒരു പാർട്ടീഷൻ ആണ്. ആ പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പി ഡിഫൈൻ ചെയ്യുന്നു.
അങ്ങനെ എല്ലാ പാർട്ടീഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫിന്റെ വേരിയേഷൻസും കണ്ട് അതിന്റെ സുപ്രീമം കാണുന്നു. അതിനെയാണ് എഫിന്റെ ടോട്ടൽ വേരിയേഷൻ ഓൺ ക്യാപിറ്റൽ എ ബി ടോട്ടൽ വേരിയേഷൻ ഓൺ ക്ലോസ് ബൗണ്ടഡ് ഇന്റർവൽ എ ബി എന്ന് പറയുന്നത്. ഈ ടോട്ടൽ വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ എഫ് ഈസ് സെഡ് ടു ബി ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ. ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഫോർ എ ഫംഗ്ഷൻ ടു ബി ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ. ആൻഡ് റിഗാർഡിംഗ് എ നൊട്ടേഷൻ, നമുക്കിപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഒരു സബ് ഇന്റർവൽ ആണ് ക്ലോസ്ഡ് ഇന്റർവൽ സി ഡി എങ്കിൽ ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് സഫിക്സ് ക്ലോസ്ഡ് ഇന്റർവൽ സി ഡി എന്നുള്ളതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്ച്വലി ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതിനെ ക്ലോസ്ഡ് ഇന്റർവൽ സി ഡിയിലേക്ക് റെസ്ട്രിക്ട് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന ഫംഗ്ഷന്റെ ടോട്ടൽ വേരിയേഷനെയാണ് നാം ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് സഫിക്സ് ക്ലോസ്ഡ് ഇന്റർവൽ സി ഡി എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് regarding a notation. We will use that notation frequently in this particular section. Okay. Let us move to some examples. You consider f, which is an increasing function on closed interval AB. Closed interval AB ilulla oru increasing function aanu f ennu vicharikkukka. അങ്ങനെയാണെങ്കിൽ f ബൗണ്ടഡ് വേരിയേഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആണ്. മാത്രമല്ല ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും എന്നതാണ് ഈ എക്സാമ്പിൾ പറയുന്നത്. സോ എനി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ഈസ് ഇൻ ഫാക്ട് എ ഫംഗ്ഷൻ ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് ഇറ്റ്സ് ടോട്ടൽ വേരിയേഷൻ ഈസ് ഇൻ ഫാക്ട് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. You take any partition P, say x0, x1, x2, etc., xk of closed interval AB. ഏത് പാർട്ടീഷനും ആയിക്കൊള്ളട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് ആ പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻ, അതായത് വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പി നമുക്ക് കൺസിഡർ ചെയ്യാം. ഡെഫിനിഷൻ പ്രകാരം വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പി എന്ന് പറയുന്നത് സിഗ്മ ഈക്വൽ ടു 1 to k mod f of xi minus f of xi minus 1 ആണ്. ഡെഫിനിഷൻ ആണ് വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പിയുടെ. എഫ് ഇൻക്രീസിംഗ് ആണ് എന്ന് തന്നിരിക്കുന്നു. അതിനർത്ഥം എഫ് ഓഫ് എക്സ് ഐ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1 ആണ്. കാരണം എക്സ് ഐ എന്നത് എക്സ് ഐ മൈനസ് 1 വലുതാണ്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഐ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1. അതുകൊണ്ട് മോഡ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഐ മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1 തന്നെയാണ്. അതാണ് അടുത്ത സ്റ്റെപ്പിൽ മോഡുലസ് ഇല്ലാതെ അത് എഴുതിയിട്ടുള്ളത്. So what will be that? Sigma I equal to 1 to k f of xi minus f of xi minus 1 എന്ന് പറഞ്ഞാൽ f of x1 minus f of x0 plus f of x2 minus f of x1 plus etc. Finally f of xk minus f of xk minus 1. അപ്പൊ നമുക്ക് ഇവിടെ ഈ എഫ് ഓഫ് എക്സ് വൺ ക്യാൻസൽ ചെയ്ത് പോകുന്നതായിട്ട് കാണാം, എഫ് ഓഫ് എക്സ് ടു ക്യാൻസൽ ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ എഫ് ഓഫ് എക്സ് കെ മൈനസ് വണ്ണും ക്യാൻസൽ ചെയ്ത് പോകും. ആൻഡ് അൾട്ടിമേറ്റ്ലി ദിസ് വിൽ ബി എഫ് ഓഫ് എക്സ് കെ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. ബട്ട് വി നോ ദാറ്റ് എക്സ് കെ ഈസ് ബി ആൻഡ് എക്സ് നോട്ട് ഈസ് എ. യു ഗെറ്റ് ദാറ്റ് ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അപ്പൊ ഏത് പാർട്ടീഷൻ പി എടുത്താലും എഫ് എന്ന ഇൻക്രീസിംഗ് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എനി പാർട്ടീഷൻ പി ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. Therefore, you take the supremum of v of fp taken over all partitions p of closed interval ab. ഏത് പാർട്ടീഷൻ ആണെങ്കിലും v of fp എന്ന് പറയുന്നത് f of b minus f of a എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് അതിന്റെ സുപ്രീമം എന്ന് പറയുന്നതും f of b minus f of a ആയിരിക്കും. അതായത് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും. എഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഫൈനൈറ്റ് വാല്യൂ ആണ്. സോ ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഈസ് ഫൈനൈറ്റ്. ഇറ്റ് ഷോസ് ദാറ്റ് എഫ് ഈസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ. ഇസ് ദാറ്റ് ഓക്കെ? Okay, sir. We shall consider another example.
അപ്പോൾ ഈ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് ധാരാളം സ്പെസിഫിക് എക്സാമ്പിൾസ് ഫങ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് യു കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 given by f of x equal to x. അതൊരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 ആണ്. അതുകൊണ്ട് അത് ബൗണ്ടഡ് വേരിയേഷൻ ഉള്ള ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ആണ്. സോ ദിസ് ഇസ് എ this example consists of many examples of functions of bounded variation on closed interval A. This is another class of examples. F be a Lipschitz function on closed interval AB. Lipschitz function എന്താണെന്ന് നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ റിയൽ അനാലിസിസിൽ അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലൊക്കെ പഠിക്കുന്നതാണ്. എഫ് ഒരു ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഓൾ യു കോമ വി ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി there is some constancy such that mod f of u minus f of v is less than or equal to c into mod u minus v. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നാം ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റിയൽ അനാലിസിസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിക്കുമ്പോൾ ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ ഒക്കെ നമ്മൾ പിക്കാർഡ്സ് തിയറം ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു സഫിഷ്യന്റ് കണ്ടീഷൻസിൽ വൺ ഓഫ് ദ കണ്ടീഷൻസ് ആയിട്ടാണ് അത് നമ്മൾ പറയുന്നത്. എനിവേ, സോ എഫ് ഒരു ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. അതായത് there is some constant c such that mod f of u minus f of v is less than or equal to c into mod u minus v for all u comma v in ab. അങ്ങനെയാണെങ്കിൽ f is of bounded variation on closed interval ab ആണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല ടോട്ടൽ വേരിയേഷൻ ഓഫ് f എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c into b minus a ആയിരിക്കും എന്ന് ഈ എക്സാമ്പിൾ അവകാശപ്പെടുന്നു. എല്ലാ ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻസും ബൗണ്ടഡ് വേരിയേഷൻ ഉള്ള ഫംഗ്ഷൻസ് ആണ്. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസിനെ കുറിച്ചാണ് ഈ ഡിസ്കഷൻസ് എല്ലാം എന്നുള്ളത് ഓർക്കണം. എന്തുകൊണ്ടാണ് അത് വരുന്നത് എന്ന് പരിശോധിക്കുക. അതും വളരെ എളുപ്പമാണ്. പി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഏത് പാർട്ടീഷനും ആയിക്കൊള്ളട്ടെ, x0, x1, x2, etc. xk എന്ന് പറയുന്ന ഏതൊരു പാർട്ടീഷനും ആയിക്കൊള്ളട്ടെ പി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വേരിയേഷൻ ഡെഫിനിഷൻ പ്രകാരം സിഗ്മ ഈക്വൽ ടു 1 to k mod f of xi minus f of xi minus 1 ആണ്. ഫംഗ്ഷൻ ലിപ്ഷിറ്റ്സ് ആണെന്ന് തന്നിരിക്കുന്നു. അപ്പോൾ mod f of xi minus f of xi minus 1 is less than or equal to c into mod xi minus xi minus 1 ആണ്. ഈ ആ സമ്മേഷന്റെ പുറത്തേക്ക് എടുത്ത് എഴുതുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c into സിഗ്മ ഈക്വൽ ടു 1 to k mod xi minus xi minus 1 ആണ് വേണ്ടത്. പക്ഷെ mod xi minus xi minus 1 എന്ന് പറയുന്നതും xi minus xi minus 1 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. കാരണം xi തീർച്ചയായിട്ടും xi minus 1 വലുതാണ്. അതുകൊണ്ട് xi minus xi minus 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. സിഗ്മ ഈക്വൽ ടു 1 to k xi minus xi minus 1 എന്ന് പറയുന്നത് നേരത്തെ എഴുതിയതിന് സമാനമായിട്ട് എഴുതുകയാണെങ്കിൽ അത് x1 minus x0 plus x2 minus x1 plus etc plus xk minus xk minus 1 എന്ന് വരും. അതായത് അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് xk minus x0 എന്ന് മാത്രം വരും. xk എന്ന് പറഞ്ഞാൽ b യും x0 എന്ന് പറഞ്ഞാൽ a യുമാണ്. അപ്പൊ അതുകൊണ്ട് അത് b minus a എന്ന് വരും. So variation of f with respect to p, if p is any partition of closed interval ab, is less than or equal to the constant c into b minus a. You take the supremum on the left side. ഒരു സെറ്റിലെ എല്ലാ എലമെന്റ്സും c into b minus a യേക്കാൾ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിന്റെ സുപ്രീമവും c into b minus a യേക്കാൾ ചെറുതാണ്. ഏത് സെറ്റിന്റെ സുപ്രീമം? സെറ്റ് ഓഫ് ഓൾ v of f comma p where p is a partition of closed interval ab. അതിനെയാണ് നമ്മൾ ടോട്ടൽ വേരിയേഷൻ ഓഫ് f എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ടോട്ടൽ വേരിയേഷൻ ഓഫ് f എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c into b minus a. That is also an easy example. So എല്ലാ increasing functions on closed interval ab യും functions of bounded variation ആണ്. എല്ലാ Lipschitz function on closed interval ab യും functions of bounded variation on closed interval ab ആണ്. ഓക്കെ, സോ ഇവിടെ ഈ എഴുതിയ കാര്യത്തെ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് വിശദീകരിക്കുന്നുള്ളൂ. c into b minus a is an upper bound of the set of all variations of f with respect to the partition of ab. അതാണ് ഈ എഴുതിയതിന്റെ അർത്ഥം. അതുകൊണ്ട് ടോട്ടൽ വേരിയേഷൻ ഓഫ് f is less than or equal to c into b. Okay. There are functions which are continuous but not of bounded variation. There exist continuous functions which are not of bounded variation. Okay. So let us ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് വേരിയേഷൻ ആണ് എന്നുള്ളത് കൊണ്ട് അത് കണ്ടിന്യൂസ് ആവണമെന്നില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ധാരാളം ഇൻക്രീസിങ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷൻസ് നിങ്ങൾക്ക് പറയാനായിട്ട് ആയിട്ട് പറ്റും. സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ഒക്കെ ആയിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ there are functions
which are increasing but not continuous. Increasing ആണെങ്കിൽ നമുക്കറിയാം അത് തീർച്ചയായിട്ടും function of bounded variation ആണെന്ന് അറിയാം. So there are functions of bounded variation which are not continuous. Here we say that there are continuous functions which are not of bounded variation. There are continuous functions which are not of bounded variation. You consider this function. Consider the function f on closed interval 0, 1 given by f of x equal to x into cos pi by 2x if 0 less than x less than or equal to 1, and it is equal to 0 if x equal to 0. We claim that this function is continuous, but this function is not of bounded variation. ഈ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം 0 ഒഴികെ എല്ലാ പോയിന്റ്സിലും അത് കണ്ടിന്യൂസ് ആണെന്ന് ഒബ്വിയസ് ആണ്. കാരണം x into cos pi by 2x, x എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, cos pi by 2x എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, x not equal to 0 ആണെങ്കിൽ. അതുകൊണ്ട് x into cos pi by 2x ഉം കണ്ടിന്യൂസ് ആയിരിക്കും. ആകെ നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത് x equal to 0-ലാണ്. നോക്കൂ, നമുക്കറിയാം വളരെ ഒരു കാൽക്കുലസ് പ്രോബ്ലം ആണ്, ഹയർ സെക്കൻഡറിയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം ആണ്. മോഡ് എക്സ് കോസ് പൈ ടു മോഡ് എക്സ് കോസ് പൈ ബൈ 2x എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് ആണ്. കാരണം മോഡ് കോസ് പൈ ബൈ 2x ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് കോസ് പൈ ബൈ 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ്. സാൻഡ്വിച്ച് തിയറം പ്രകാരം നമുക്ക് എന്ത് കിട്ടും? 0 less than or equal to limit x tends to 0 mod x cos pi by 2x less than or equal to 0 എന്ന് കിട്ടും. കാരണം limit x tends to 0 mod x എന്ന് പറയുന്നത് 0 ആണ്. Which shows that limit x tends to 0 mod x cos pi by 2x is equal to 0. Absolute value function എന്നൊക്കെ പറയുന്ന ഒരു continuous function ആണ്. So that implies modulus limit x tends to 0 x cos pi by 2x is equal to 0. Which shows that limit x tends to 0 x cos pi by 2x is equal to 0. അല്ലെങ്കിൽ നമുക്കറിയാം mod an നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എവരി എൻ or mod f of x is less than or equal to 0 for every x, that shows that f of x is equal to 0. So limit x tends to 0 x cos pi by 2x is equal to 0. So limit x tends to 0 f of x, function f of x എന്ന് വിളിച്ചാൽ limit x tends to 0 f of x equal to 0 എന്നാണ് കിട്ടുന്നത്. ഈ 0 ആണ് 0 എന്ന് പറഞ്ഞ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ. You get that f is continuous at 0. ആകെ നമുക്കൊരു സംശയം ഉണ്ടായിരുന്ന പോയിന്റ് 0 ആണ്, ആ 0 അല്ലാതെ കണ്ടിന്യൂസ്. പലപ്പോഴും നമ്മൾ കാൽക്കുലസിലൊക്കെ ചെയ്യുന്ന പ്രോബ്ലം എന്ന് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, f is continuous on 0, 1. പക്ഷേ f ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 ബൗണ്ടഡ് വേരിയേഷൻ ഇല്ലാത്ത ഒരു ഫംഗ്ഷൻ ആണ് എന്നാണ് പറയുന്നത്. എന്താണ് കാരണം എന്ന് പരിശോധിക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഏത് നാച്ചുറൽ നമ്പർ n കൺസിഡർ ചെയ്താലും നമുക്ക് pn എന്ന് പറയുന്ന ഒരു പാർട്ടീഷൻ എടുക്കാം. pn given by 0, 1 by 2n, 1 by 2n minus 1, etc. 1 by 3, 1 by 2, 1 of 0, 1. അങ്ങനെയാണെങ്കിൽ വേരിയേഷൻ ഓഫ് f with respect to this particular pn is 1 plus 1 by 2 plus etc. plus 1 by n ആണ് എന്നാണ് പറയുന്നത്. നമുക്ക് ഒന്നോ രണ്ടോ സ്പെഷ്യൽ കേസ് എടുത്ത് പരിശോധിക്കുമ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. p2 കൺസിഡർ ചെയ്യാം. p2 എന്ന് പറഞ്ഞാൽ pn എന്ന് പറഞ്ഞാൽ 0, 1 by 2n, 1 by 2n minus 1, അങ്ങനെ 1 by 3, 1 by 2, 1 എന്നാണ് വരിക. അപ്പോൾ p2 എടുത്തു കഴിഞ്ഞാൽ അത് 0, 1 by 4, 1 by 3, 1 by 2, 1 എന്നാണ് അത് വരിക. f of 0 ഫംഗ്ഷൻ ഇതാണ് എന്ന് ഓർക്കണം. f of 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, തന്നിട്ടുണ്ട്. 0 ഒഴികെ എല്ലാ പോയിന്റിലും x cos pi by 2x എന്നാണ് ആ ഫംഗ്ഷന്റെ വാല്യൂ. അപ്പൊ നമുക്ക് ഈ ഓരോ പോയിന്റിലും, പാർട്ടീഷനിലെ ഓരോ പോയിന്റിലും നമുക്ക് എന്താണ് വാല്യൂ എന്ന് നോക്കാം. കാരണം നമുക്ക് വേരിയേഷൻ കണ്ടുപിടിക്കാൻ അത് വേണമല്ലോ. f of 1 by 4 x cos pi by 2x എന്നാണ്. അപ്പോൾ f of 1 by 4 എന്ന് പറഞ്ഞാൽ 1 by 4 cos 2pi എന്ന് പറയും. cos 2pi എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് f of 1 by 4 എന്ന് പറയുന്നത് 1 by 4 എന്ന്. f of 1 by 3 എന്ന് പറഞ്ഞാൽ നോക്കൂ, f of x എന്ന് പറഞ്ഞാൽ x cos pi by 2x എന്നാണ്. f of 1 by 3 എന്ന് പറഞ്ഞാൽ 1 by 3 cos 3pi by 2 എന്നാണ്. cos 3pi by 2 0 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് f of 1 by 3 എന്ന് പറയുന്നത് 0 ആണ്. f of 1 by 2 എന്ന് പറഞ്ഞാൽ 1 by 2 cos pi എന്നാണ്. നോക്കൂ, കോസിനകത്ത് ഇവിടെ 4pi by 2 എന്ന് വരും.
ഇവിടെ 3π/2 എന്ന് വരും, ഇവിടെ 2π/2 എന്ന് വരും. π/2x ആണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ 4π/2 എന്ന് പറഞ്ഞാൽ 2π, 3π/2 എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, ആൻഡ് 2π/2 എന്ന് പറഞ്ഞാൽ പൈ. ആൻഡ് cos π എന്ന് പറഞ്ഞാൽ -1 ആണെന്ന് നമുക്കറിയാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു -1/2. ആൻഡ് ഫൈനലി f(1) ഈക്വൽ ടു 0. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ P2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻ ഓഫ് f വിത്ത് റെസ്പെക്ട് ടു P2 എന്ന് പറഞ്ഞാൽ mod f(1/4 - f(0) plus mod f(1/3 - f(1/4) plus mod f(1/2 - f(1/3) plus mod f(1 - f(1/2) എന്നാണ്. അതായത് 1/4 - 0യുടെ മോഡുലസ്, അതാണ് 1/4. then 0 - 1/4ന്റെ മോഡുലസ്, again 1/4. then -1/2 - 0യുടെ മോഡുലസ് 1/2. 0 - -1/2ന്റെ മോഡുലസ് 1/4 രണ്ട് തവണ വരും, 1/2 രണ്ട് തവണ വരും. അതായത് 1/4 രണ്ട് തവണ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 1/2, 1/2 രണ്ട് തവണ ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1/2 + 1. ഇതാണ് P2 എന്ന് പറയുന്ന പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻ. ഇനി നമ്മൾ P3 എടുക്കുകയാണെങ്കിൽ ഈ P2വിലെ പോയിന്റുകൾ കൂടാതെ നമുക്ക് 2 പോയിന്റുകൾ കൂടി അധികം വരും. ഏതൊക്കെയാണ് ആ 2 പോയിന്റുകൾ? 1/6ഉം 1/5. അതായത് P3 എന്ന് പറയുന്നത് 0, 1/6, 1/5, 1/4, 1/3, 1/2, 1. അപ്പൊ ഈ പാർട്ടീഷനിലുള്ള പോയിന്റുകളിലെ ഫംഗ്ഷന്റെ വാല്യൂസ് കണ്ടാൽ ഓൾറെഡി 1/4ലും 1/3ലും 1/2ലും 1ലും 0ലും എന്താ വാല്യൂ എന്ന് ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ആകെ പുതിയതായിട്ട് ഇനി 1/6ലും 1/5ലും ആണ് വേണ്ടത്. f(1/6) എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/6 cos 6π/2 എന്നാണ് വരിക. 6π/2 എന്ന് പറഞ്ഞാൽ 3π. cos 3π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1. so it is -1/6. f(1/5) എന്ന് പറഞ്ഞാൽ 1/5 cos 5π/2, അത് 0 എന്നാണ് വരിക. then നേരത്തെ കിട്ടിയ അതേ വാല്യൂസ്, f(1/4) 1/4, f(1/3) 0, f(1/2) -1/2, f(1) 0. അപ്പൊ വേരിയേഷൻ കാണുമ്പോൾ നമുക്ക് നേരത്തെ P2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻ കിട്ടിയതിൽ 2 ടേം കൂടിയാണ് എക്സ്ട്രാ വരിക. ഏതൊക്കെ 2 ടേമുകൾ? -1/6 - 0ന്റെ മോഡുലസ് പ്ലസ് 0 - -1/6ന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ 1/6 രണ്ട് തവണ 1/6 രണ്ട് തവണ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് വേരിയേഷൻ ഓഫ് f വിത്ത് റെസ്പെക്ട് ടു P3 എന്ന് പറയുന്നത് 1/3 + 1/2 + 1. വേരിയേഷൻ ഓഫ് f വിത്ത് റെസ്പെക്ട് ടു P4 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്ന ടേം എന്ന് പറയുന്നത് 1/8 ആയിരിക്കും. ആ 1/8 രണ്ട് തവണ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 1/8 + 1/8 പിന്നെ ഇത് വരും. 1/8 + 1/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇൻഡക്ഷൻ വഴി VFPN എന്ന് പറയുന്നത് ഇവിടെ അവകാശപ്പെട്ടതുപോലെ 1 + 1/2 + etc + 1/n ആണ്. അപ്പോ വേരിയേഷൻ ഓഫ് f വിത്ത് റെസ്പെക്ട് ടു Pn ഓരോ n കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് n = 2 ആവുമ്പോൾ നമുക്ക് 1 + 1/2, n = 3 ആവുമ്പോൾ 1 + 1/2 + 1/3. ജനറലി VFPN എന്ന് പറയുന്നത് 1 + 1/2 + etc + 1/n. അപ്പൊ നമുക്ക് ഈ വേരിയേഷൻ ഓഫ് f വിത്ത് റെസ്പെക്ട് ടു P where P is a partition of closed interval 0, 1, ഈ സെറ്റിന്റെ സുപ്രീമത്തിനെയാണല്ലോ നാം ടോട്ടൽ വേരിയേഷൻ ഓഫ് f എന്ന് പറയുന്നത്. ഇതിനകത്തെ കുറച്ച് പാർട്ടീഷൻസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ സെറ്റ് VFPN where n = 1 to etc എന്ന് പറയുന്നത് ഈ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഏത് സെറ്റ്? VFPN എന്ന് പറയും. ഇവിടെ എല്ലാ പാർട്ടീഷൻസും എടുക്കണം. ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള പാർട്ടീഷൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ വലിയ സെറ്റിന്റെ സുപ്രീമം ഈ ചെറിയ സെറ്റിന്റെ സുപ്രീമത്തെക്കാൾ വലുതായിരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈ ചെറിയ സെറ്റിന്റെ സുപ്രീമം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 1, n = 1 ആവുമ്പോൾ 1, n = 2 ആവുമ്പോൾ 1 + 1/2, n = 3 ആവുമ്പോൾ 1 + 1/2 + 1/3. ഇതിന്റെ സുപ്രീമം ഇൻഫിനിറ്റി ആണ്. കാരണം 1 + 1/2 + 1/3 + etc എന്ന് പറയുന്ന ഹാർമോണിക് സീരീസ് ഡൈവേർജന്റ് ആണ്. ആ ഹാർമോണിക് സീരീസിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മുകളാണ് ഇതിനകത്തെ എലമെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഇൻഫിനിറ്റ് ആണ്. അപ്പൊ
അപ്പൊ ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ് നമുക്ക് കിട്ടും. അതിനർത്ഥം ഈ ഫംഗ്ഷൻ ബൗണ്ടഡ് വേരിയേഷൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ല എന്നുള്ളത്, ഈവൻ ദോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇസ് ദാറ്റ് ക്ലിയർ? Yes, sir. Another example, സാധാരണഗതിയിൽ it can be very easily proved that every functions of bounded variation is in fact bounded. Every function which is a bounded variation function on closed interval AB is necessarily bounded. That is a very easy proof. You can do that. But functions bounded ആണ് എന്നതുകൊണ്ട് അത് ബൗണ്ടഡ് വേരിയേഷൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ആവണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണത്തിന് നമ്മുടെ ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ എന്നൊക്കെ വിളിക്കുന്ന റാഷണൽ നമ്പേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. IQ, that is, it is 1 if x is rational and 0 if x is irrational. അത് ഒബിയസ്ലി ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്, പക്ഷേ അത് ബൗണ്ടഡ് വേരിയേഷൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ല. എന്താണ് കാരണം എന്ന് പരിശോധിക്കാം. n എന്ന് പറയുന്നത് ഏത് നാച്ചുറൽ നമ്പറും ആയിക്കൊള്ളട്ടെ, നമ്മൾ ഇങ്ങനെ ഒരു പാർട്ടീഷൻ കൺസിഡർ ചെയ്യാം. x0, x1, x2, എക്സെട്ര x2n-1, x2n. ഇതിനകത്ത് x1 എന്ന് പറയുന്നത് ഇറാഷണൽ, x2 എന്ന് പറയുന്നത് റാഷണൽ, x3 എന്ന് പറയുന്നത് ഇറാഷണൽ, x4 എന്ന് പറയുന്നത് റാഷണൽ. അങ്ങനെ ഒബിയസ്ലി 0 റാഷണൽ ആണ്, അത് കഴിഞ്ഞ് വരുന്നത് ഇറാഷണൽ എടുക്കുക, അത് കഴിഞ്ഞ് വരുന്നത് റാഷണൽ എടുക്കുക, അത് കഴിഞ്ഞ് വരുന്നത് ഇറാഷണൽ എടുക്കുക, അങ്ങനെ. അപ്പൊ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻ പരിശോധിച്ചാൽ, വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പെർട്ടിക്കുലർ പാർട്ടീഷൻ പി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് x1 എന്ന് പറയുന്നത് 0 ആയിരിക്കും, അതേസമയം എഫ് ഓഫ് x0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ അതിന്റെ ഡിഫറൻസിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. എഫ് ഓഫ് x2 എന്ന് പറയുന്നത് റാഷണൽ ആയതുകൊണ്ട്, x2 റാഷണൽ ആയതുകൊണ്ട് എഫ് ഓഫ് x2 1 ആയിരിക്കും. എഫ് ഓഫ് x1 എന്ന് പറയുന്നത് 0 ആയിരിക്കും, കാരണം x1 ഇറാഷണൽ ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ അതിന്റെ വാല്യൂസിന്റെ ഡിഫറൻസിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പെർട്ടിക്കുലർ പി എന്ന് പറയുന്നത് 1 + 1 + എക്സെട്ര +1 2n ടൈംസ്, അതായത് എഫ് ഓഫ് x1 മൈനസ് എഫ് ഓഫ് x0ന്റെ absolute value, then f of x2 minus f of x1ന്റെ absolute value plus etc. ഓരോന്നും 1. So that is equal to 2n. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ഇങ്ങനെയുള്ള പി ഏത് n എടുത്തു കഴിഞ്ഞാലും വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പി 2n ആണ്. അപ്പോൾ ഏത് നാച്ചുറൽ നമ്പർ n-നേക്കാളും വലിയ വേരിയേഷൻ വരുന്ന നമുക്ക് പാർട്ടീഷൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പി എന്ന് പറയുന്നതിന്റെ സുപ്രീമം എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആവുകയില്ല, അത് തീർച്ചയായിട്ടും ഇൻഫിനിറ്റ് ആയിരിക്കും. സോ ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് വിൽ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി. അതുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷൻ ബൗണ്ടഡ് വേരിയേഷൻ ഉള്ള ഫംഗ്ഷൻ അല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Is that okay? Okay, sir. Then I'll give a few problems for you to explore. I'll give certain hints, you may say. Like, if you consider this function, f from closed interval -1, 1, 2 are given by f of x equal to x square cos 1 by x square if x not equal to 0, and 0 if x equal to 0, then this is again a function which is continuous but not of bounded variation. അത് ഫംഗ്ഷൻ ബൗണ്ടഡ് വേരിയേഷൻ അല്ല എന്ന് പറയാനായിട്ട് നിങ്ങൾ 0, √2, √π എന്ന് പറയുന്ന ഇന്റർവെല്ലിലുള്ള പാർട്ടീഷൻസ് എടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ദാറ്റ് ക്യാൻ ബി പ്രൂവ്. അതായത് ഈ 0, √2, √π എന്ന് പറയുന്നത് ഈ -1, 1 എന്ന് പറയുന്നതിന്റെ ഒരു സബ് ഇന്റർവൽ ആണല്ലോ. അതിനകത്തുള്ള പാർട്ടീഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ വേരിയേഷൻസ് ഇൻഫിനിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ -1, 1 പാർട്ടീഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടും ടോട്ടൽ വേരിയേഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയി പോകും എന്ന് നമുക്ക് തെളിയിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് ഇഫ് യു ടേക്ക് P1 എന്ന് പറയുന്നത് ഈ രീതിയിൽ എടുത്തു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു P1 എന്ന് പറയുന്നത്
2 into 1 by pi ആണെന്ന് കാണുന്നത്. P2 എന്ന് പറയുന്നത് നോക്കൂ, ഇവിടെ 0 √2 by √pi അതാണ് ആദ്യത്തെയും അവസാനത്തെയും പോയിന്റ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ആദ്യത്തേൽ P1 എടുത്തപ്പോൾ √2 by √2pi മാത്രം. അടുത്തതിൽ അപ്പൊ ഇപ്പൊ ജനറലി എന്താ പറയാ, അടുത്തതിൽ നോക്കൂ √2 by √4 √pi. √2 by √pi അവിടെ കോമൺ ആയിട്ടുള്ളത് പോലെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇവിടെ ഒരു 1 by √2 വന്നു. ഇവിടെ 1 by √4, 1 by √3, 1 by √2, then 1 by √1, അത് 1. അടുത്ത P3 എടുക്കുമ്പോൾ 1 by √6, 1 by √5, 1 by √3, 1 by √6, 1 by √5, 1 by √4, 1 by √3, 1 by √2, then 1. P3 എടുക്കും. P2 എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് 2 by pi into 1 plus 1 by 2 ആണെന്നും, P3 എടുക്കുമ്പോൾ അതിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് 2 by pi into 1 plus 1 by 2 plus 1 by 3 ആണ് എന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ചെയ്തു നോക്കിയാൽ മതി. അപ്പോ നമുക്ക് ഈ ഫംഗ്ഷനും ബൗണ്ടഡ് വേരിയേഷൻ ഇല്ലാത്ത ഒരു ഫംഗ്ഷൻ ആണ് എന്ന് മനസ്സിലാക്കാനായി സാധിക്കും. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഓൾറെഡി അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ √2 by √pi എടുത്തു എന്നുള്ളത് മാത്രം. ഇനി -1 തന്നെ എടുക്കണം എന്ന് നിർബന്ധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഒരു -1 ലെഫ്റ്റിൽ കൊടുക്കുക, 1 എന്ന് പറയുന്നത് റൈറ്റിൽ കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന പാർട്ടീഷൻസ് കണക്കാക്കുക. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന വേരിയേഷനിൽ ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു നമ്പർ കൂടി അതിലൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ്. ഏത് നമ്പർ? ഈ ആദ്യത്തെ പോയിന്റ്, അതായത് ഈ √0 mod f of 0 minus f of -1 plus mod f of 1 minus f of √2 by √pi. ആ രണ്ട് ടേംസിന്റെ സമ്മ് കൂടി ഈ വേരിയേഷനിൽ വരും എന്ന വ്യത്യാസം മാത്രമേ ഉണ്ടാവൂ. അപ്പോഴും ഇതിന്റെ ഡൈവേർജൻസിന് പ്രശ്നമൊന്നും വരില്ല. കാരണം ഓൾറെഡി ഈ വാല്യൂ തന്നെ ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ക്ലോസ് ഇന്റർവൽ -1 1ലും നമുക്കത് ശരിയാണെന്ന് മനസ്സിലാക്കാം സാധിക്കും. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു പ്രോബ്ലം നമുക്ക് പ്രൂവ് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എഫും ജിയും ബൗണ്ടഡ് വേരിയേഷൻസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് പ്ലസ് ജിയും ആൽഫ എഫും, അതായത് ലീനിയർ കോമ്പിനേഷൻസ് ബൗണ്ടഡ് വേരിയേഷൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് അതിനു മുമ്പ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫും ജിയും ബൗണ്ടഡ് വേരിയേഷൻസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണെങ്കിൽ ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി, ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് പ്ലസ് ജി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് പ്ലസ് ടോട്ടൽ വേരിയേഷൻ ഓഫ് ജി എന്നും, ടോട്ടൽ വേരിയേഷൻ ഓഫ് ആൽഫ എഫ് ഈസ് ഈക്വൽ ടു മോഡുലസ് ആൽഫ ഇൻറ്റു ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് എന്നും നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തു നോക്കാവുന്നതാണ്. ഞാനിവിടെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പെട്ടെന്ന് പറയാം. പി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പാർട്ടീഷൻ എടുക്കുക. ക്ലോസ് ഇന്റർവൽ എ ബിയുടെ ഏത് പാർട്ടീഷൻ പിയും കൺസിഡർ ചെയ്യുക. അതായത് x0, x1, x2, etc. xk എന്ന് പറയുന്നത്. അപ്പൊ വേരിയേഷൻ ഓഫ് എഫ് പ്ലസ് ജി വിത്ത് റെസ്പെക്ട് ടു പി ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുക. ഡെഫിനിഷൻ അപ്ലൈ ചെയ്താൽ സിഗ്മ ഈക്വൽ ടു 1 to k മോഡുലസ് ഓഫ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഐ മൈനസ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഐ മൈനസ് 1. എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഐ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഐ പ്ലസ് ജി ഓഫ് എക്സ് ഐ. എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഐ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1 പ്ലസ് ജി ഓഫ് എക്സ് ഐ മൈനസ് 1. അങ്ങനെ എഴുതുക. ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി അപ്ലൈ ചെയ്യുക. അത് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് കിട്ടും. അപ്പോൾ ഇത് ആക്ച്വലി വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പി പ്ലസ് വേരിയേഷൻ ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു പി ആണെന്ന് കിട്ടും. എഫും ജിയും ബൗണ്ടഡ് വേരിയേഷൻസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. അപ്പൊ വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പി യേക്കാൾ വലുതായിരിക്കും ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ്. വേരിയേഷൻ ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു പി യേക്കാൾ വലുതായിരിക്കും. കാരണം എല്ലാ വേരിയേഷൻസിന്റെയും സുപ്രഭത്തിനെയാണല്ലോ ടോട്ടൽ വേരിയേഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോ വേരിയേഷൻ ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു പി യേക്കാൾ വലുതായിരിക്കും ടോട്ടൽ വേരിയേഷൻ ഓഫ് ജി. ഈ ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് പ്ലസ് ടോട്ടൽ വേരിയേഷൻ ഓഫ് ജി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഫിക്സ്ഡ് ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും. ആ ഫൈനൈറ്റ് ഫിക്സ്ഡ് ക്വാണ്ടിറ്റിയേക്കാൾ ചെറുതാണ് എഫ് പ്ലസ് ജിയുടെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എനി പി. അതുകൊണ്ട് യു ടേക്ക് ദ സുപ്രീമം ഓഫ് വേരിയേഷൻ ഓഫ് എഫ് പ്ലസ് ജി വിത്ത് റെസ്പെക്ട് ടു പി ടേക്കൺ ഓവർ ഓൾ പാർട്ടീഷൻസ് പി ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. അതാണ് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് പ്ലസ് ജി. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് പെർട്ടിക്കുലർ നമ്പർ എന്ന് കിട്ടും. അതായത് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് പ്ലസ് ടോട്ടൽ വേരിയേഷൻ ഓഫ് ജി എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ മതി. ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അതുപോലെ വേരിയേഷൻ ഓഫ് ആൽഫ എഫ് വിത്ത് റെസ്പെക്ട് ടു പി എന്ന് പറഞ്ഞാൽ സിഗ്മ ഈക്വൽ ടു 1 to k
ആൽഫ എഫ് ഓഫ് എക്സ് ഐ മൈനസ് ആൽഫ എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1 ആണ്. ആൽഫ എഫ് ഓഫ് എക്സ് ഐ എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ ആണ്. അപ്പോൾ ആൽഫ അവിടുന്ന് പുറത്തെടുത്ത മോഡ് ആൽഫയാണ്, അത് സമ്മേഷന്റെ പുറത്തെടുത്താൽ ഇങ്ങനെ വരും. ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പി ആണ്. രണ്ട് സൈഡിലും സുപ്രീം എടുക്കുക. സുപ്രീമം ടേക്കൺ ഓവർ ഓൾ പാർട്ടീഷൻസ് പി ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയുന്നത് ടോട്ടൽ വേരിയേഷൻ ഓഫ് ആൽഫ എഫും റൈറ്റ് സൈഡ് മോഡുലസ് ആൽഫ ഇൻറ്റു ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് എന്നുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ ഇൻക്രീസിങ് ഫംഗ്ഷൻസ് ബൗണ്ടഡ് വേരിയേഷൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണോ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഡിക്രീസിങ് ഫംഗ്ഷൻസും ബൗണ്ടഡ് വേരിയേഷൻ ഉള്ള ഫംഗ്ഷൻസ് ആണോ എന്നൊക്കെ ഇതിൽ നിന്ന് തെളിയിക്കാൻ പറ്റും. കാരണം എഫ് ഡിക്രീസിങ് ആണെങ്കിൽ മൈനസ് എഫ് ഇൻക്രീസിങ് ആണ്. അപ്പോ മൈനസ് എഫ് ഇൻക്രീസിങ് ആണെങ്കിൽ മൈനസ് എഫ് ബൗണ്ടഡ് വേരിയേഷൻ ഉള്ള ഫംഗ്ഷൻ ആയിരിക്കും. മൈനസ് എഫ് ബൗണ്ടഡ് വേരിയേഷൻ ഉള്ള ഫംഗ്ഷൻ ആണെങ്കിൽ എഫും ബൗണ്ടഡ് വേരിയേഷൻ ഉള്ള ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഈ റിസൾട്ടിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ് ബൗണ്ടഡ് വേരിയേഷൻസ് ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസിന്റെ ലീനിയർ കോമ്പിനേഷൻ. കാരണം നമ്മൾ എഫും ജിയും ബൗണ്ടഡ് വേരിയേഷൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണെങ്കിൽ എഫ് പ്ലസ് ജി ബൗണ്ടഡ് വേരിയേഷൻ ആണെന്നും ആൽഫ എഫ് ബൗണ്ടഡ് വേരിയേഷൻ ആണെന്നും. ആൻഡ് വാട്ട് അബൌട്ട് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ആൻഡ് അഗെയിൻ ദ ആൻസർ ഈസ് യെസ്. അത് നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്തു നോക്കാം. വേരിയേഷൻ ഓഫ് എഫ് ജി വിത്ത് റെസ്പെക്ട് ടു പി നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ബൗണ്ടഡ് വേരിയേഷൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് എല്ലാം ബൗണ്ടഡ് ആണ്. ആ ഫാക്ട് കൂടി നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എഫും ജിയും ബൗണ്ടഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഒരു എം such that mod f of x less than or equal to m and mod g of x less than or equal to m for every x എന്ന് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു എം നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേരിയേഷൻ ഓഫ് എഫ് ജി വിത്ത് റെസ്പെക്ട് ടു പി is less than or equal to that particular m into variation of g with respect to p plus m into variation of f with respect to p എന്ന് കിട്ടും. അതുകൊണ്ട് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ജി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് ഫിക്സ്ഡ് ക്വാണ്ടിറ്റി എന്നും അതിന്റെ ഫലമായിട്ട് എഫ് ജി ഒരു ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രോബ്ലംസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൂടുതൽ ക്ലിയർ ആയിട്ടൊക്കെ മനസ്സിലാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കൂ.